നാം ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടതാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇന്നും ഭൂപടത്തിലില്ലാത്ത പല പ്രദേശങ്ങൾ കടലിനടിയിലുണ്ട്. അതിൽ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും മുൻപുണ്ടായിരുന്ന വലിയ സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകളുമുണ്ട്. അങ്ങനെയുള്ളൊരു ഭൂഖണ്ഡം ഇന്ന് ചരിത്രാന്വേഷകരുടെ ശ്രദ്ധയും ജിജ്ഞാസയും ഉണർത്തിക്കൊണ്ട് കടലിനടിയിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിക്ടോറിയൻ കാലഘട്ടത്തിൽ, അതായത് 1800കളിൽ ബ്രിട്ടീഷ് പര്യവേക്ഷകർ ഫിലിപ്പ് സ്കാറ്ററിന്റെ നേതൃത്വത്തിൽ മഡഗാസ്കർ കടൽ തീരത്ത് ഗവേഷണം നടത്തുകയാണ്. അവിടെ ലെമൂർ എന്ന കുരങ്ങുവർഗത്തെ അവർ കണ്ടെത്തുന്നു. ആഫ്രിക്കയിലുള്ള ഈ കുരങ്ങുവർഗം ദക്ഷിണേന്ത്യയിലും എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന സ്വാഭാവികമായ ചോദ്യം അവരുടെ മനസ്സിലുണ്ടായി. ആഫ്രിക്കയിലുള്ള ഈ കുരങ്ങുവർഗം മഡഗാസ്കർ വഴി ദക്ഷിണേന്ത്യയിലേക്ക് എങ്ങനെ സഞ്ചരിച്ചു എന്നതിന് അവർക്ക് ലഭിച്ച ഉത്തരമാണ് ഇതിനിടയിലുള്ള ലെമൂറിയ എന്ന ഭൂഖണ്ഡത്തിന്റെ സാന്നിധ്യം. 1864 ജേർണൽ ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട മാമൽസ് ഓഫ് മഡഗാസ്കർ എന്ന ലേഖനത്തിൽ ഈ സിദ്ധാന്തത്തെ അടിവരയിട്ട് പറയുന്നുണ്ട്. വളരെ ഹൈപ്പത്തറ്റിക്കലായി പറയുന്ന ലെമൂറിയ എന്ന ഭൂഖണ്ഡ സിദ്ധാന്തം യഥാർത്ഥത്തിൽ നിലവിലുണ്ടോ? തമിഴ്നാട്ടിൽ കന്യാകുമാരിക്ക് താഴെ കുമരിഖണ്ഡം എന്ന പേരുള്ള ഒരു പഴയ തമിഴ് നാഗരിക പ്രദേശം നിലവിലുള്ളതായി തമിഴ് പ്രാചീന ഗ്രന്ഥങ്ങൾ പറയുന്നു. കുമരിഖണ്ഡവും ലെമൂറിയയും ഒരേ പ്രദേശം തന്നെയാണോ? കുമരിഖണ്ഡം എന്ന ഈ തമിഴ് പ്രാചീന നാഗരികതയുടെ രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ സംഭവിച്ച മാറ്റങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പലപ്പോഴും അന്നത്തെ കാലത്ത് ഉപയോഗിച്ച വസ്തുക്കൾ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളിലൂടെയോ അല്ലെങ്കിൽ വളരെ ആഴത്തിൽ നടത്തുന്ന ഖനനത്തിലൂടെയുമാണ് നമുക്ക് വിലപ്പെട്ട വിവരങ്ങൾ ആ കാലഘട്ടത്തെപ്പറ്റി ലഭിക്കുന്നത്. വളരെ പ്രാചീനമായ സംസ്കാരമാണ് തമിഴ് സംസ്കാരം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ തമിഴ് നവോത്ഥാന എഴുത്തുകാർ തങ്ങളുടെ പ്രാചീന സാഹിത്യകൃതികളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ സമുദ്രത്തിനടിയിൽ നഷ്ടപ്പെട്ടുപോയ ഒരു ഭൂഭാഗം ഉണ്ടെന്ന് വാദിക്കുന്നു. ഇങ്ങനെ ഒരു വാദത്തിന് അവർ ആധാരമായി എടുത്തത് ലെമൂറിയ എന്ന പേരിൽ മുൻപ് നിലവിലുണ്ടായിരുന്ന ഒരു ഭൂഖണ്ഡം എപ്പോഴോ ഒരു കാലഘട്ടത്തിൽ കടലിനടിയിലേക്ക് മറയപ്പെട്ടിരിക്കാമെന്ന ചില യൂറോപ്യൻ അമേരിക്കൻ പണ്ഡിതന്മാരുടെ ഊഹമാണ്. തമിഴ് സാഹിത്യകാരന്മാരാകട്ടെ ഇതിനെ തങ്ങളുടെ പാണ്ഡ്യ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരു പുരാതന തമിഴ് നാഗരികത ലെമൂറിയയിൽ ഉണ്ടായിരുന്നു എന്ന് വാദിച്ചു. ആ പ്രദേശത്തിന് നൽകപ്പെട്ട പേരാണ് കുമരിഖണ്ഡം. ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, പാണ്ഡ്യ ഭരണകാലത്ത് ആദ്യത്തെ 2 തമിഴ് സംഘങ്ങൾ സംഘടിപ്പിച്ച സ്ഥലമാണ് കുമരിഖണ്ഡം. തമിഴ് നാടോടി കഥകൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ സമ്പന്നമായ, സാംസ്കാരികപരമായി വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു നാഗരികതയായാണ് കുമരിഖണ്ഡത്തെ വിശേഷിപ്പിക്കുന്നത്. 1000-ഓളം വർഷം പാണ്ഡ്യ രാജാക്കന്മാരാണ് ഈ പ്രദേശം ഭരിച്ചിരുന്നത്. ഈ പ്രദേശവാസികൾക്ക് അസാധാരണമായ അറിവും നിത്യജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കുള്ള അറിവുകളും ഇവരുടെയിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1903 VG സുന്ദരനാരായണ ശാസ്ത്രിയാണ് ലെമൂറിയ എന്ന പേരുണ്ടായിരുന്ന ഈ സ്ഥലത്തെ കുമരിനാട് എന്ന് തൻ്റെ പുസ്തകമായ തമിഴ് മൊഴിയിൻ വരലാറിൽ ആദ്യമായി പരാമർശിക്കുന്നത്. എന്നാൽ കുമരിഖണ്ഡം എന്ന പേര് ആദ്യമായി വരുന്നത് 15-ാം നൂറ്റാണ്ടിലെ സ്കന്ദപുരാണത്തിൻ്റെ തമിഴ് പതിപ്പായ കന്ദപുരാണത്തിലാണ്. കന്ദപുരാണത്തിലെ അണ്ഡകോശ പതളം എന്ന ഭാഗം പ്രപഞ്ചത്തിൻ്റെ മാതൃക വിവരിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ അനേകം ലോകങ്ങളുണ്ട്. അവയിലെല്ലാം ഭൂഖണ്ഡങ്ങളും അതിൽ നിറയെ രാജ്യങ്ങളും. അത്തരത്തിൽ ഒരു രാജ്യത്തിൻ്റെ അധിപനാണ് ഭരതൻ. അദ്ദേഹത്തിന് 8 പുത്രന്മാരും ഒരു പുത്രിയുമാണ് ഉണ്ടായിരുന്നത്. ഒരു നാൾ അദ്ദേഹം തൻ്റെ രാജ്യം 9 ഭാഗങ്ങളായി വിഭജിച്ച് 8 പുത്രന്മാർക്കും കുമാരി എന്ന പേരുള്ള തൻ്റെ പുത്രിക്ക് നൽകി. കുമാരി ഭരിച്ചിരുന്ന രാജ്യം കുമരിഖണ്ഡം എന്നറിയപ്പെടാൻ തുടങ്ങി. കുമരിഖണ്ഡം എന്ന ഈ രാജ്യ സിദ്ധാന്തം ബ്രാഹ്മണ വിരുദ്ധ, സംസ്കൃത വിരുദ്ധ തമിഴ് ദേശീയവാദികൾക്കിടയിൽ വളരെ പ്രചാരം നേടി. യഥാർത്ഥത്തിൽ കന്ദപുരാണത്തിൽ കുമരിഖണ്ഡത്തെ വിശേഷിപ്പിക്കുന്നത് ബ്രാഹ്മണർ വസിക്കുന്ന, ശിവനെ ആരാധിക്കുന്ന, വേദങ്ങൾ പാരായണം ചെയ്യപ്പെടുന്ന ഭൂമി എന്നാണ്. 20-ാം നൂറ്റാണ്ടിലെ തമിഴ് എഴുത്തുകാർ കുമരിഖണ്ഡം അഥവാ കുമരിനാട് എന്ന വാക്കിനെ സാധൂകരിക്കാൻ നിരവധി സിദ്ധാന്തങ്ങളാണ് കൊണ്ടുവന്നത്. സ്ത്രീ ഭരണാധികാരികളായ കുമാരികളാണ് കുമരിഖണ്ഡം ഭരിച്ചിരുന്നതെന്ന് M. അരുണാചലം 1944 തമിഴ് മാതൃഭൂമിയിലെ ലിംഗസമത്വവാദത്തെ ശക്തിപ്പെടുത്താനായി ആശയം മുന്നോട്ട് വെച്ചു. അതുപോലെ ഭൂമിയിലെ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്നും സ്വത്തുക്കളുടെ അവകാശത്തിൽ തുല്യതയുണ്ടെന്നും അതുകൊണ്ടാണ് കന്യകമാരുടെ നാട് എന്നർത്ഥമുള്ള കുമരിനാട് എന്നറിയപ്പെടാൻ തുടങ്ങിയതെന്ന് D. സവാരി റോയൻ അഭിപ്രായപ്പെട്ടു. മറ്റൊരു ശ്രദ്ധേയമായ വാദമായിരുന്നു കുമരിഖണ്ഡം കടലിലേക്ക് മറിഞ്ഞപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നവർ ചേർന്നാണ് കന്യാകുമാരി എന്ന പ്രദേശം രൂപപ്പെടുത്തിയതെന്ന്.
ചരിത്രകാരിയായ സുമതി രാമസ്വാമിയുടെ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ കുമരി എന്ന വാക്ക് തമിഴ് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പ്രൗഢിയും പരിശുദ്ധിയും വിളിച്ചു പറയുന്ന അടയാളങ്ങളാണ്. അതും ആര്യസമ്പർക്കങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ വിവിധ പ്രാചീന സംസ്കൃത തമിഴ് കാവ്യരചനകളിലും കുമരികണ്ഡത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. 15-ാം നൂറ്റാണ്ടിലെ കാവ്യഗ്രന്ഥമായ ശിലപ്പതികാരത്തിൽ കുമരികണ്ഡം എന്ന ഈ നഷ്ടപ്പെട്ട പ്രദേശത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ രേഖപ്പെടുത്തലുകൾ കാണാം. അതുപോലെ അടിയാർക്കുനല്ലാർ തൻ്റെ രചനയിൽ പറയുന്നത് കുമരികണ്ഡം എന്നീ നഷ്ടപ്പെട്ട ഭൂഭാഗം വടക്ക് ദിശയിൽ നിന്നൊഴുകുന്ന പഹ്റൂലി നദി മുതൽ തെക്കുള്ള കുമാരി നദി വരെയാണ്. അത് സ്ഥിതി ചെയ്യുന്നതും കന്യാകുമാരിയിലാണ്. മധ്യകാല എഴുത്തുകാരായ ഇളം പുരാണരും പേരാസെറിയരും തോൽക്കാപ്പിയത്തെ അധികരിച്ചുള്ള തങ്ങളുടെ ലേഖനങ്ങളിൽ എന്നോ കടലെടുത്ത് നഷ്ടപ്പെട്ടു പോയ ഈ തമിഴ് ഭൂമിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ചേര ചോള സാമ്രാജ്യങ്ങളിൽ നിന്നുള്ള ഭൂമി കൂടി തങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി ചേർത്തുകൊണ്ടാണ് പാണ്ഡ്യരാജൻ ഈ ഭൂമി നഷ്ടത്തെ പരിഹരിച്ചത്. പല തമിഴ് പ്രാചീന ഹൈന്ദവ ക്ഷേത്രങ്ങളിലും എഴുതപ്പെട്ട ചരിത്രരേഖകളിൽ കടലാക്രമണങ്ങളെ അതിജീവിച്ചതിൻ്റെ സൂചന കാണാം. അതിൻ്റെ ഉദാഹരണങ്ങളാണ് കന്യാകുമാരി, കാഞ്ചീപുരം, കുംഭകോണം, മധുരൈ, ശീർക്കാഴി, തിരുവട്ടിയൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങൾ. പക്ഷേ മറ്റൊരു ശ്രദ്ധേയമായ കാര്യമെന്തെന്ന് വെച്ചാൽ മേൽപ്പറഞ്ഞ പ്രാചീന ഗ്രന്ഥങ്ങളിലോ പുസ്തകങ്ങളെ അധികരിച്ച് തയ്യാറാക്കപ്പെട്ട ലേഖനങ്ങളിലോ കുമരികണ്ഡം അല്ലെങ്കിൽ കുമരിനാട് എന്ന വാക്ക് പ്രത്യേകമായി പരാമർശിച്ച് കാണുന്നില്ല. മേൽപ്പറഞ്ഞ ഈ ഭൂമി കന്യാകുമാരിക്കടുത്തുള്ള സ്ഥലമാണെന്നും തമിഴരുടെ നഷ്ടപ്പെട്ട പ്രദേശമാണെന്ന് പറയുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കന്യാകുമാരി തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. 1956 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തമിഴ് രാഷ്ട്രീയം നടത്തിയ വളരെ ആസൂത്രിതമായ നീക്കമായിരുന്നു ഏതു വിധേനയും കന്യാകുമാരിയെ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി ചേർക്കുക എന്നത്. ഈ വാദത്തിന് അടിത്തറ പാകുവാനായി വളരെ സമർത്ഥമായി കുമരികണ്ഡം എന്ന ആശയത്തെ അവർ ഉപയോഗിച്ചു.